ലോകത്തെ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ജീവിക്കുന്ന നാട് ഈ കേരളമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല. നമ്മളെക്കാൾ 4 ഇരട്ടി 5 ഇരട്ടി ജനസംഖ്യയുള്ള നാട്ടിൽ പോലുമില്ല. എന്തേ ഈ കേരളം ഇങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം, അമർത്യാസൻ പറഞ്ഞതാണ് കാര്യം. പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം, മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യരുൾപ്പെടെ മുഴുവൻ ആളുകൾക്കും ഇന്നത്തെ അവരുടെ തലമുറ ഒരു കർഷക തൊഴിലാളിയായ ഒരു മനുഷ്യൻ എൻ്റെ മോനെ, എൻ്റെ മോളെ ഞാൻ കർഷക തൊഴിലാളിയാക്കുമെന്ന് പറയുന്ന ഏതെങ്കിലും വീടും നാടുണ്ടോ ഈ കേരളത്തിൽ? ഉണ്ടോ? എൻ്റെ മോനെ ഞാൻ കർഷക തൊഴിലാളിയാക്കുന്നു ഏതെങ്കിലും കൃഷിക്കാരനുണ്ടോ? ഏതെങ്കിലും കർഷക തൊഴിലാളി ഉണ്ടോ? ഏതെങ്കിലും അധ്യാപകരുണ്ടോ? ഏതെങ്കിലും ജീവനക്കാരനുണ്ടോ? ഒരാളുമില്ല. എന്തേ പറയാൻ പറ്റാത്തത്? അവരെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. MAയും MSCയും BComഉം MComഉം എല്ലാം നേടി, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് പാസ്സായി, ഡിഗ്രി കരസ്ഥമാക്കി, പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി. ഇവരിങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കേരളത്തിൽ. ഇതുപോലെ കോരിവാരി എടുക്കാൻ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാട് ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല. അപ്പോൾ നമ്മളൊരു കാര്യം വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഈ തൊഴിലില്ലായ്മ പ്രശ്നം നമുക്ക് പരിഹരിക്കാനാവുമോ? മുതലാളിത്ത സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ. ഞാനും കടകംപള്ളിയെല്ലാം എത്ര പ്രസംഗിച്ചിട്ടുണ്ട്, എത്ര ക്ലാസ് എടുത്തിട്ടുണ്ട്. മുതലാളിത്ത സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ. എപ്പോഴാണോ മുതലാളിത്തം അവസാനിക്കുക അന്നേ തൊഴിലില്ലായ്മ അവസാനിക്കുള്ളൂ എന്ന് എത്രയോ പൊതുയോഗത്തിൽ പ്രസംഗിച്ച് ദാർശനികമായ ഒരുപാട് കാര്യങ്ങൾ വെച്ച് പ്രസംഗിച്ച ആളാണ് നമ്മളെല്ലാം. ശരിയുമാണ്, അതന്നും ശരി, ഇന്നും ശരി. പക്ഷേ കേരളം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലേക്കാണ് മാറിയിട്ടുള്ളത്, വളർന്നിട്ടുള്ളത്. നമുക്ക് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാം ഈ കേരളത്തിൽ. നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാനുള്ള ശേഷി ഈ കേരളത്തിൽ നേടാനാവും. അത് നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി, അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രകടന പത്രികയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ആരെങ്കിലും പറയാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകും. അന്തം വിട്ടുപോയി സമൂഹം. 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമോ? കൊടുക്കുന്ന ഉറപ്പ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംരംഭക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 കൊല്ലക്കാലമായിട്ട് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 2,40,000. അതിൻ്റെ ഭാഗമായിട്ട് സംരംഭ പ്രവർത്തനത്തിലൂടെ 100 കോടി വരെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജോലി കിട്ടിയവരുടെ എണ്ണം 7 ലക്ഷം. 7 ലക്ഷം ആളുകൾക്ക് ഇപ്പോഴെ തന്നെ ഈ 2,40,000 സംരംഭക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ കിട്ടി. ഇനിയും നമുക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേറെയും തൊഴിൽ കിട്ടിയിട്ടുണ്ട്. ഇനി വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മുമ്പോട്ടേക്ക് വന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വ്യാവസായിക കോറിഡോർ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ, അതിൽ പാലക്കാട് മാത്രം 1300 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു. ആധുനിക സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യാവസായിക ശൃംഖലകൾ വരും. വിജ്ഞാന സമൂഹം, അതിൻ്റെ തൊട്ടടുത്ത പദം പറഞ്ഞാട്ടെ. വിജ്ഞാന സമൂഹം. അടുത്ത പറ. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. അർത്ഥശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾ ഈ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്തം വിട്ടുപോകും. എന്ത് സമ്പദ് വ്യവസ്ഥ? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. കാരണം ലോകത്ത് ഇന്നേ വരെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മൂലധന നിക്ഷേപം പണമൂലധനമാണ്. പണമൂലധനം. നമ്മൾ കേരളം പണമൂലധനമല്ല പറയുന്നത്, നോളജ്, അറിവ്, അറിവടിസ്ഥാനപ്പെടുത്തിയ സമ്പദ് വ്യവസ്ഥ. ഇതൊരു പുതിയ രീതിയാണ്. നമുക്കത് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം തുറമുഖം, കൊച്ചി തുറമുഖം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനാഴി എന്ന രീതിയിൽ ഒരു ഭാഗം കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക്, മറ്റൊരു ഭാഗം കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്, ഇവിടെയാണെങ്കിൽ കോഴിക്കോടും ഈ കൊല്ലവും തിരുവനന്തപുരവും ചേർന്നുകൊണ്ടുള്ളൊരു മട്ട ത്രികോണാകൃതിയിലുള്ളൊരു വികസന പാത
ഈ പറയുന്ന രീതിയിൽ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാം ഉപയോഗിച്ച് രൂപപ്പെട്ട് വന്നാൽ ഒരു 10-20 കൊല്ലം കൊണ്ട് ഒരു കേന്ദ്രത്തിൻ്റെയും ചില്ലി കാശില്ലാതെ കേരളത്തിൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഈ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് ലോകോത്തരമായ രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ശേഷിയും കഴിവും ഈ കേരളീയ സമൂഹത്തിനുണ്ട്. അതിനാവശ്യമുള്ളത്ര അധ്വാന ശേഷി നൽകാൻ നല്ലതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ട ഒരു പുതിയ തലമുറയും ഈ കേരളത്തിനുണ്ട്. അതിനെ മുഴുവൻ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ 20 കൊല്ലം കൊണ്ട് സഖാവ് പിണറായി പറയുന്നത് പോലെ ഒരു പുതിയ കേരളം വരും. അതിൻ്റെ പേരാണ് നവകേരളം. നവകേരളം വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാ മനുഷ്യർക്കും പട്ടിണി അവസാനിപ്പിക്കാനായി ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമായിരിക്കും എന്ന് സഖാവ് പിണറായി കഴിഞ്ഞ നവംബറിൽ പ്രഖ്യാപിച്ചതാണ്. അത് പൂർത്തിയാവാൻ പോവുകയാണ് അടുത്ത നവംബറിൽ. ആർക്ക് മനസ്സിലായില്ല? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോരല്ലോ പ്രതികരണം. ഇങ്ങനെ പറയണം ഓരോ പ്രാവശ്യം. ഇങ്ങനെയല്ലല്ലോ പ്രതികരിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഒന്നും കൂടി പറയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 35%, 40% പട്ടിണി കിടക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം. അങ്ങനെയുള്ള സംസ്ഥാനത്ത് പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സാധാരണ മനുഷ്യരായി മുഴുവൻ കേരളീയരെയും മാറ്റാൻ വരുന്ന നവംബർ മാസമാവുമ്പോഴേക്ക് സാധിക്കും. അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. ഇപ്പോൾ മനസ്സിലായി.